ഒരു കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കാണുന്നത് അവരെ പേരൻസ് ആണ്. അച്ഛനും അമ്മേനെയാണ് അവർ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത്. അഡിക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്, എപ്പോഴും അതൊരു രോഗമാണ്. അതിന് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ അവർ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. മലയാള സിനിമയോട് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട്. നമസ്കാരം, സിനിമാ കഫയുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇന്ന് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിനിമാ നടി വിൻസി അലോഷ്യസിന്റെ ചില നിലപാടുകളും തുറന്നു പറച്ചിലുകളും അതോടൊപ്പം തന്നെ അതിൽ പിന്നാലെ വരുന്ന ഷൈൻ ടോം ചാക്കോയുടെ പേരുകളടക്കമുള്ള ചർച്ചകൾ നടക്കുന്നു. ഇവിടെ വിൻസി എടുത്ത നിലപാടിനോട് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. മാത്രമല്ല, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണോ ഷൈൻ ടോം? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. ജനങ്ങളിലേക്ക് പോകാം. അലോഷ്യസ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു നടന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. പിന്നീട് അവര് ഫിലിം ചേംബറിൽ പരാതിയൊക്കെ കൊടുക്കുന്നു. പിന്നീട് ആ പരാതി ലീക്ക് ആവുന്നു. അപ്പൊ ആ പറഞ്ഞ പ്രമുഖ നടന്റെ പേര് പുറത്തു വരുന്നു. അത് ഷൈൻ ടോം ചാക്കോ വന്ന് വിലയിരുത്തുന്നു. പിന്നീട് റൂമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് പുള്ളി ഓടിപ്പോയതും കുളത്തുള്ളിലേക്ക് അറിയാലോ. അപ്പൊ എന്താ ഈ മലയാള സിനിമയിൽ നിൽക്കുന്ന ഈ ഒരു ലഹരിയും അതേപോലെ തന്നെ വിൻസി അലോഷ്യസ് എടുത്ത നിലപാടും അതുകൊണ്ടൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മലയാള സിനിമയോട് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട്. അപ്പം ഒരു സിനിമാ മേഖല എന്നുള്ള രീതിയിൽ മാത്രം നോക്കാതെ മൊത്തത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അംശമാണ് സിനിമയിൽ നടക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. പിന്നെ പ്രതികരിക്കുന്നത് ഒരു മികച്ചൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടു, പരാതി എടുക്കുന്നതിനോട് വിൻസിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താൻ അതെ, ഡയറക്റ്റ് ഫിലിം ചേംബേഴ്സ് അല്ലെ അമ്മ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമല്ലേ വിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് പരാതി ലീക്കായിരുന്നു, അതാണ് പേര് പുറത്തു വന്നത്. അതെ, പേര് പുറത്തു വന്നത്. പക്ഷെ അല്ലാണ്ട് പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നതിനോട്ട് അവര് താല്പര്യമില്ല. ഇതപ്പം ആ നടന്റെ കരിയർ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹം. ലഹരി എന്നുള്ളൊരു ഇപ്പം മദ്യവും സിഗരറ്റും ഇപ്പൊ ഉപയോഗിക്കുന്നത് ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു ലഹരി എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യം. അപ്പം അത്തരത്തിലുള്ള ഡ്രഗ്സും ഉണ്ട്, അതിൽ പലതരം ഡ്രഗ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പം ചുറ്റുപാട് പല രീതിയിലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം സിനിമാ മേഖല കുറച്ചുകൂടെ പോപ്പുലർ ആണ്. അപ്പം അതിൽ വർക്ക് ചെയ്യുന്നവർ ഇതിൽ നിന്ന് ഒരു എന്താ പറയുന്ന ഒരു ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു മുഖങ്ങളാണല്ലോ. അവര് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ. ഷൈൻ ടോം ചാക്കോനെ സിനിമയിൽ നിന്ന് അകറ്റേണ്ടതുണ്ടോ ശരിക്കും? എന്തെങ്കിലും ഒരു സിനിമ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയ ആണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ യൂസ് ചെയ്തു എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ അതൊരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ്. കാരണം ഒരുപാട് പേര് സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സിനിമാക്കാരെ കണ്ടിട്ട് മോട്ടിവേഷൻ ആവാറുള്ളത് എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു ആരോപണമല്ലേ വന്നിട്ടുള്ളൂ, ഒരു തെളിവ് വരുവാണെങ്കിൽ സിനിമാക്കാർ അതിനനുസരിച്ച് ഇടപെടണമെന്ന് തന്നെ അഭിപ്രായം. അല്ല, ഞാൻ പറയണത് അയാളത് ഉപയോഗിച്ചില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ആരായാലും ലഹരി ഉപയോഗിക്കുന്നതും അത് പ്രൊമോട്ട് ചെയ്യണതും അതിനൊരു എന്താ പറയാ അന്തസ്സായിട്ട് കാണുന്നതൊക്കെ ശരിയല്ല എന്നാണ് അഭിപ്രായം. കാരണം ഒരുപാട് ഫാമിലികള്, ഒരുപാട് അമ്മമാര് എല്ലാരും എന്ത് ചെയ്യാണ്, അതിന്റെ ഒരു വളരെ തിക്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം തലമുറയെ നശിപ്പിക്കുക. കാരണം ഞാൻ കണ്ടിടത്തോളം ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് കാണുന്നത് അവരെ പേരൻസ് ആണ്. അച്ഛനും അമ്മേനെയാണ് അവർ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്നത്. അവരെ തട്ടിക്കളയുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എന്തെന്നായാലും അങ്ങനെ ഒരു സാധനം ഈ നമ്മളൊരു മാതൃകയായിട്ട് കാണുന്ന ആൾക്കാരുടെ ഭാഗത്ത് എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത്. അല്ല, ഈ മാഡത്തിന്റെ അഭിപ്രായത്തില് നമുക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് ലഹരി മുക്തമാക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്നത് എല്ലാ ഭാഗത്തും കാണുന്ന ഫസ്റ്റ് അത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് ആ ബോധവൽക്കരണം നടക്കണം. പിന്നെ എന്തായാലും ഇത്തരം റീഹാബ് സെന്ററുകളില്ലേ, അങ്ങനെ ഒരു സമയം വരെ പല സ്ഥലത്തും കാണും പോലീസ് സ്റ്റേഷനിലേക്ക് അഭയം പ്രാപിച്ചതൊക്കെ. അവർക്കൊക്കെയാണ് പലർക്കും ഇത് ഒരു രോഗമാണെന്ന് അറിയണില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്, എപ്പോഴും അതൊരു രോഗമാണ്. അതിന് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒക്കെ അവർ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പൊ കൃത്യമായ പ്രോപ്പറായ ഒരു ഗൈഡൻസും ട്രീറ്റ്മെന്റും കിട്ടുകയാണെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അല്ലാണ്ട് ഇതിങ്ങനെ എന്റെ മകൻ ലഹരി ഉപയോഗിക്കണം എന്നുള്ള ഒളിച്ചു വെക്കേണ്ട ഒരു സാധനമല്ല. അവരെന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത്ര റീഹാബ് സെന്ററുകൾ അന്വേഷിക്കുകയും അവിടെ കൊണ്ടുപോയി പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്താൽ സുഖമായിട്ട് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ വഴി അറിയാണെങ്കിൽ പുറത്തു വരാൻ എളുപ്പമായിരിക്കും. അത് ചെയ്യണം എന്നാണ് അഭിപ്രായം. തീർച്ചയായും. താങ്ക് യു. സിനിമാ ഫീൽഡിലെ എല്ലാ വ്യക്തികളും നല്ല ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് വരെ. പിന്നെ ഓരോരുത്തരും ഡ്രഗ് അടിക്കുന്ന ആൾക്കാർ അടിച്ചോട്ടെ, അടിക്കാത്തുള്ള അടിക്കട്ടെ, അത്ര എൻ്റെ അഭിപ്രായമുള്ളൂ.
അപ്പോൾ ഇവിടെ ഷൈൻ ടോം ചാക്കോനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടോ? ഒരിക്കലില്ല. സിനിമ അങ്ങനെ മാറ്റുകയാണെങ്കിൽ സിനിമാ ഫീൽഡിലെ പകുതി മുക്കാൽ ജനങ്ങളെ മാറ്റേണ്ടി വരും. അങ്ങനെ വിൻസി അലോഷ്യസിന്റെ ഒരു സിനിമ അഭിനയിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ? താല്പര്യം അഭിനയിച്ചത് എല്ലാം ഒഴിവാക്കണം. ട്രക്കുള്ള സിനിമകൾക്ക് പുള്ളിക്കാരത്ത് അഭിനയിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. ഇപ്പൊ ട്രക്കുള്ള സിനിമ തന്നെയല്ലേ വരുന്നുള്ളൂ. സിനിമ മേഖലയിൽ ട്രക്കാണെന്നാണ്. ആ, എല്ലാരും ഞാൻ അതിൽ പെടുത്തുള്ളൂ കേട്ടോ. അതില് കുറച്ച് ആൾക്കാർ അതിൽ പെട്ട ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ രണ്ടുപേരും മതിയല്ലോ മൊത്തം നശിപ്പിക്കാൻ അല്ലേ? അങ്ങനൊന്നുമില്ല. അതൊക്കെ നമ്മളെ ചിന്താഗതിയല്ലേ. അവർക്ക് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും വേണ്ട അവര് പരാതി കൊടുത്തു. ഫോർമാറ്റിക് ആയിട്ട് പോകണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ പേപ്പറിൽ അവർ പറഞ്ഞിരിക്കുന്നു അത് പരാതി പേര് സൂക്ഷിച്ചില്ല, പേര് പുറത്തായി, വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ്, ഞാൻ പരാതി പിൻവലിക്കാൻ പോവാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ, എനിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാനുള്ള തന്റെ ഇടമാണല്ലോ അവർ കാണിക്കേണ്ടത്. പേര് പറഞ്ഞിട്ട് തന്നെ പറയാനുള്ള ഒരു തന്റെ ഇടം അവർ കാണിക്കണം. അല്ലാതെ ഇപ്പൊ ഇന്ന് ഞാൻ പരാതി പിൻവലിക്കാൻ പോവാണ് അതൊന്നും പറയുന്നില്ല. ഒരു കരിയർ ഭയന്നിട്ടാണോ? എങ്ങനെ കരിയർ ഭയന്നിട്ടാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമ്മൾ പിന്നെ ആ കരിയർ, എനിക്ക് എൻ്റെ കരിയർ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വേറൊന്നും നമ്മൾ ആലോചിക്കാൻ പാടില്ല. അല്ല, അവർ അത്രയെങ്കിലും പറഞ്ഞു എന്നുള്ളൊരു ചങ്കൂറ്റം നമുക്ക് കാണാൻ സാധിക്കില്ല ഇതിലൂടെ. അത് തന്നെ ചങ്കൂറ്റുണ്ട്. പക്ഷെ അവരാ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാം. പേര് പുറത്ത് വന്നു എന്നുള്ളതിൽ അവർ പേര് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അവർ പരാതി പിൻവലിക്കുക എന്ന് പറയുന്നതിനോട് ന്യായീകരിക്കാൻ പറ്റില്ല. ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സും പേരും വെളിപ്പെടുത്താനും ഇല്ലെങ്കിലും സത്യാവസ്ഥയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടോ കാണിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ, അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടോ ശരിക്കും? അതെല്ലാം ചിന്തിക്കുന്നതിനൊക്കെ അവരുടെ അസോസിയേഷനുകളും ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാലും കേരളത്തിലെ നിയമസംഹിതയും വന്നിട്ട് അതിനൊരുപാട് വ്യത്യസ്തമായ ചിന്താഗതിയോട് കൂടിയിട്ട് പോകുന്നതാണ്. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ. എൻ്റെ തീരുമാനം അതാണ്. തീർച്ചയായും അപ്പം ഞാൻ ഷൈൻ ചാക്കോൻ്റെ സിനിമ കാണണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അല്ലാതെ അവരെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ അവരെ ഇറക്കി വെച്ചിട്ട് ശരിയല്ലെങ്കിൽ അതിലേക്ക് ജനം ഇടിച്ച് കയറാതിരുന്നാൽ പോരെ. ജനങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ടത്. ഈ സിനിമാ മീഡിയ എന്നുള്ളതിൽ വേണ്ടിയിട്ട് ഇത്രയൊക്കെ ആരാധകരായിട്ടും കൊണ്ടു നടക്കുന്നതിനോട് ഒരിക്കലും ഒരാൾക്കും ജീവിതോപാധി കിട്ടുന്നില്ല. അവർ കുറേ ആൾക്കാർ കുറേ പൈസ ഉണ്ടാക്കുന്നു, അവർ അവരുടേതായ വിധത്തിൽ പോകുന്നു. സാധാരണക്കാരൻ ഇതിൻ്റെ മേലെ ഇടിച്ച് കയറുന്നു. അവൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിക്ക് പോയ പൈസയും കൊണ്ടിട്ട് അവിടെ കൊടുത്ത് പിറ്റേ ദിവസം വീണ്ടും കൂലിപ്പണിക്ക് പോയാൽ അവനെ ജീവിക്കാന്നുള്ള അവസ്ഥയാണ്. അത് ധീരമായ നടപടിയാണ്. അതായത് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ഉറച്ച ഒരു ദൃഢനിശ്ചയമാണ് അത്. അല്ല, അപ്പോൾ അവർക്ക് ഒരു നടന്റെ ഭാഗത്ത് നിന്ന് മോശമായ അനുഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും മോശമായതാണ്. ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ആൾക്കാരെ തീർച്ചയായിട്ടും ഗവൺമെന്റും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട വകുപ്പും അതിനുള്ളതായ ശക്തമായ നടപടി സ്വീകരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് വിൻസി കൊടുത്ത പരാതി പുറത്ത് ലീക്കായിരുന്നു. അപ്പോൾ ആ പ്രമുഖ നടന്റെ പേര് ഷൈൻ ടോം ചാക്കോ എന്ന് പുറത്തു വന്നിരുന്നു. അതേമാതിരി ഓരോ വ്യക്തിയും ധീരമായി മുന്നോട്ട് വരണം. ഇങ്ങനത്തെ ഓരോരോ പരാതികൾ കൊടുക്കാൻ വേണ്ടി ഇത് മറച്ചു വെക്കുമ്പോഴാണ് അതിനുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി വരുന്നത്. അത് നല്ല ധീരമായ തീരുമാനം. കരിയർ നഷ്ടപ്പെടും എന്നു അല്ലല്ല, അതിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. നല്ല ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഒരിക്കലും കരിയർ നഷ്ടപ്പെടൂല. അതിന് പിന്നാലെ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ജനങ്ങൾ, കേരളത്തിലെ എല്ലാവിധ ജനങ്ങളും, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ജനങ്ങളും അതിനൊന്നിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിൻസി ഒറ്റപ്പെടുത്തുന്നുണ്ട് ചില കമന്റുകൾ. അത് ചില വിവരമില്ലാത്ത ആൾക്കാർ ഒറ്റപ്പെടുത്തണാണ്. ഇതിലൊരു കാര്യമില്ല. അവരെ പിന്നാലാണ് ജനങ്ങൾ, കേരള ജനത. ഈ സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോയെ ചെയ്തത് ശരിയല്ല, മാറ്റി നിർത്തേണ്ടതുണ്ട് സിനിമയിൽ നിന്ന്. അത് സിനിമാ ലോകം, അമ്മ പോലുള്ള സംഘടനകൾ തീരുമാനിക്കട്ടെ. അത് ഇങ്ങനത്തെ ജനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അവർ സ്വയം ഒറ്റപ്പെടുന്നതായിരിക്കും. നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. അത് നല്ലൊരു തുറന്നു പറഞ്ഞതിൽ വളരെ ഇതാണ്. ചങ്കുറ്റത്തോടെയുള്ള നിലപാട് പറഞ്ഞല്ലോ, അല്ലാതെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉള്ളിൽ വെച്ച് നടക്കുന്നില്ലല്ലോ. ഒരു നടന്റെ ഭാഗത്ത് മോശമായ അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. പിന്നീട് നടന്റെ പേര് പുറത്തു വരുന്നു. അപ്പോൾ ആ നടനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ നടനെ ശരിക്കും സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ സിനിമയിൽ മാറ്റി നിർത്തേണ്ടതുണ്ടോ? മാറ്റി നിർത്തുക തന്നെ വേണം, തീർച്ചയായിട്ടും മാറ്റി നിർത്തും. എന്തുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ സമൂഹത്തിൽ. മാത്രമല്ല, വിൻസി കൊടുത്ത പരാതിയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കാത്തൊരവസ്ഥയുണ്ട്. കൊടുത്ത പരാതി പിൻവലിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ വേറെ ചരടുവലി നടന്നുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പിന്തിരിയുന്നത് പലരും. മാത്രമല്ല, ഈ നടന്റെ പേരിൽ പണ്ട് കൊക്കിംഗ് കേസ് ആദ്യത്തെ കൊക്കിംഗ് കേസ് ഉണ്ടായ നടനാണ്. അതിൽ നിന്ന് അത് ഉറപ്പാണല്ലോ അത് പിന്തിരിയാണെന്നുള്ളത്. നല്ല കാര്യമാണ്. പക്ഷേ അത് കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുകമറ വരുന്നു, പോകുന്നു. അതിനപ്പുറത്ത് ഒരു നടപടി നടക്കുന്നു. ഇതൊക്കെ വെറും രാഷ്ട്രീയ തട്ടിച്ചുള്ള ജനങ്ങൾക്കൊരു ഉപകാരം. ഇത് വരും പോകും, കുറച്ച് കഴിഞ്ഞാൽ വേറൊന്ന് വരും പോകും. അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് ഉപകാരമുള്ള ഒരു കാര്യം ഒരു ഗവൺമെൻറ് ചെയ്യണം.
ഒരു നടന്റെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവം ഉണ്ടായിരുന്നു. തെളിയിക്കപ്പെടട്ടെ, നമ്മൾ പറയുന്നല്ലോ ഒരാളെ കുറിച്ച് ആരോപണം വന്ന് തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് കുറ്റവാളിയാവുന്നത്. ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ശിക്ഷിക്കപ്പെടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ സ്കൂൾ കുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു, കൊണ്ടുവന്ന കാരിയർമാർ അറസ്റ്റ് ചെയ്തുകൊണ്ടു. അതിനപ്പുറത്ത് കുറേ കടൽ പോലെ കിടക്കുന്നുണ്ട്, അവരെ തൊടുന്നുണ്ടോ? തൊടില്ല, അത്രയേ ഉള്ളൂ. ഇതൊരു സാധാരണ മനുഷ്യൻ്റെ വികാരമായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ നമ്മളെ മറ്റേ ലൂസിഫർ സിനിമയിൽ രണ്ടും ഒരേ ആക്സിഡൻ്റാണ്. ഒന്ന് കടന്ന് കറങ്ങും. നന്മയും തിന്മയും തമ്മിൽ പോരാട്ടമാണ്. നടക്കില്ല. നന്മയും തിന്മയല്ല, തിന്മ തന്നെ ഉള്ളൂ. ആർക്കും നന്മയൊന്നും. അല്ലാണ്ട് ഇവരൊക്കെ തൂക്കിയാൽ ഒരാളുടെ വകുപ്പ് നിയമമില്ല. ഇപ്പോൾ ഒരു 2-3 കുട്ടികൾ കൊല്ലപ്പെട്ടപ്പോൾ ഇവിടുത്തെ എക്സൈസും പോലീസും ചാടി എണീറ്റ് ചെയ്തു. കണ്ടവർ ഉറങ്ങിയായിരുന്നു. അല്ല, മാത്രമല്ല ഈ നടന്റെ പേരിൽ മുമ്പ് ഒരു കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നത്, അത് ആ കേസ് പോലും മാഞ്ഞു കളഞ്ഞു. അതുതന്നെ പറഞ്ഞത് ഇതൊക്കെ വരും പോകും. ഇതിനപ്പുറത്തേക്കൊന്നും പൈസയുടെ സ്വാധീനമാണ്. അറിയില്ല, അത് ഞാനല്ല പറയേണ്ടത്. അതിവിടുത്തെ ജനങ്ങളും നാട്ടുകാരൊക്കെ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്ക് നമ്മളാരും പറയാനാണല്ലോ. തീരുമാനിക്കേണ്ട രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളത് നടപടിയെടുക്കുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? 2 സ്ത്രീകൾ മരണപ്പെട്ടപ്പോഴല്ലേ ഇത്രയും ആവേശം ഉണ്ടായത്? അതുവരെ ഉറങ്ങല്ലായിരുന്നു. പണ്ടും നടത്തായിരുന്നല്ലോ അല്ലേ? അത് നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ പണ്ടും പരാതിപ്പെട്ടു, ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു. വെറുതെയാണ്, പ്രഹസനം മാത്രമേ. വേറൊരാൾ പണ്ട് നമ്മൾ പറയുന്നത് ചൊല്ലില്ല, പാമ്പ് ചാവുന്ന നമുക്കൊരു കഥ ഉണ്ടായിരുന്നു. അങ്ങനെ തവള ചാവുന്ന പാമ്പ് വരെ, പാമ്പ് ചത്തു കഴിഞ്ഞാൽ എന്തോ അങ്ങനെ എന്തുണ്ടായിരുന്നു. അതേപോലെ ഇത് നാളെ കഴിയും. നാളെ വേറൊരു വിഷയം വരുമ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത് പോകും. തേഞ്ഞു മാഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ളത് ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇത് ഇനിയിപ്പോൾ കമൻറ്റിൻ്റെ ഇടയിൽ 24-ൻ്റെ ഇടയിലും ഒരു ഇതെല്ലാ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനലൊക്കെ ഈ ന്യൂസ് വന്നപ്പോൾ അടിയിൽ കമൻറ്റ് ഭയങ്കര മോശമാണ്. വിൻസിക്കെതിരെ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം, ജെന്യുവിൻലി അറിയാം എന്താണ് സത്യം എന്നുള്ളതും. ഇനി ഞാൻ പറയുമ്പോൾ ഇത് ഭയങ്കര അവരെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തെന്ന രീതിയിലല്ല പറയണേ. പക്ഷേ ചെറിയ സ്കൂൾ കുട്ടികൾ തൊട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് വളരെ സുലഭമായിട്ട് നടക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. നമ്മുടെ കൺമുന്നിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള അത്രയ്ക്ക് കാലിബറുള്ളൊരു നടൻ നശിച്ചു പോണത് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും നമ്മുടെ സിനിമ ഇൻഡസ്ട്രിക്ക് മുതൽക്കൂട്ടാവേണ്ട നടനാണ് അയാളൊക്കെ. പക്ഷേ അയാൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അയാളെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, കുറേ അധികം ആളുകൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുള്ളത് ഇൻഡസ്ട്രിയിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും അറിയാവുന്നതുമാണ്. അത് തുറന്ന് പറയാൻ, അത് ഞാൻ പറയുന്നത് സൊസൈറ്റിയിൽ ഒരാളത് പറയാൻ കാണിക്കുന്നത് പറയാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഇവിടെ ഇതേ പേരിൽ നാട്ടിലൊരുത്തൻ ഇത് ഉപയോഗിച്ച് വേറെ ആളെ തല്ലിക്കൊല്ലുമ്പോഴും ഇത് ചെയ്യുമ്പോഴൊക്കെ അയ്യോ നടന്നേ അല്ലേ പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ ഇത് കൺമുന്നിൽ ഒരാൾ ചെയ്യുന്നത് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവിടെ ഭയങ്കര ബാഡായിട്ടാണ് ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. മോശമാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര അധികം കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് ചെറിയ സ്കൂൾ കുട്ടികൾ തൊട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ വരെ നശിച്ചു പോകുന്ന, ജെന്യുവിൻലി സ്പീക്കിംഗ് ഒരു 5-6 വർഷം ഇത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് മറ്റൊരു മെക്സിക്കോയോ കൊളംബിയോ ആവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് കൺമുന്നിൽ കാണേണ്ടി നശിച്ച് നാരായണക്കലെടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഒപ്പമുള്ളവർ, നമ്മുടെ കൊളീഗ്സ്, പിയേഴ്സൊക്കെ, അത് ഒരു മെയിൻ സ്ട്രീമിലുള്ള ആൾ നമുക്ക് ഐഡിയൽ ആവേണ്ട ആൾ, അയാൾ ഐഡിയലായിട്ട് ജീവിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവരവരെ കാര്യം. പക്ഷേ ഇത് ഇത്രയും മാരകമായിട്ടുള്ള ഇടപെടുന്ന ഒരാളും കൂടിയാണ്. അതായത് വളരെ വൃത്തിയായിട്ട് പല കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഇനി പേഴ്സണൽ സ്പേസിലാണ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. ഇവരങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. വർക്ക് സ്പേസിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അതെ ഒബ്വിയസ്ലി അതിന് ഇങ്ങനെ തേജവാദം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, ഈ കമന്റ് ഇടുന്ന അധികം ആളുകൾക്ക് അറിയാം എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട്. ഡെയിലി ന്യൂസിൽ അടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ലല്ലോ. എന്നിട്ടും ഇത് ചെയ്യുന്നത് ഒരാൾ പറയാൻ റെഡി ആയിട്ട് വരുമ്പോൾ അതിനെയും സിനിക്കലി അപ്രോച്ച് ചെയ്യുന്നത് അത് ശരിയല്ല ബ്രോ. അത് ഒരിക്കലും ശരിയല്ല.